ഞാനൊക്കെ കുട്ടിയാകുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, എൻ്റെ വല്യമ്മ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താ പണി? ഷാമാരിവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ ബദരിയത്ത് ബൈത്ത് ചെല്ലലാണ് പതിവ്, അല്ലെങ്കിൽ മുഹീദ്ദീൻ മാല പാടലാണ്, അല്ലെങ്കിൽ നഫീസത്ത് മാല പാടലാണ്. അങ്ങനെയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് അന്നത്തെ മുൻഗാമികൾ അന്തി ഉറങ്ങിയത്. നമുക്കൊക്കെ ഉറങ്ങാൻ അന്നൊന്നും നല്ലൊരു വീടില്ല. എല്ലാ വീടുകളും ഓലപ്പുരകളാണ്, ചെറ്റക്കുടിലുകളാണ്. സുബഹിന്റെ ശേഷം ആരാന്റെ കലായിലിറങ്ങിയാൽ മഗ്രിബ് മുട്ടുന്നത് വരെ പണിയെടുത്താൽ എന്തെങ്കിലും ഒരു അല്പം കിട്ടിയാൽ, കിട്ടുന്നത് കൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കിയാൽ അതിന്റെ വറ്റി കുട്ടികൾക്ക് ഊറ്റിക്കൊടുത്ത് ആ പാവപ്പെട്ട വാപ്പാരും ഉമ്മാരും അവര് വെള്ളം കുടിച്ചുകൊണ്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് അവരെ വല്ലാതെ കത്തിക്കാനില്ല, വേവിക്കാനില്ല. അവരിങ്ങനെ ഇരുന്നിട്ട് പതറേത്തില്ലാണ്, ഇങ്ങനെയുള്ള മാലകൾ പാടുകയാണ്. അവരൊക്കെ നല്ല മട്ടത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോ ഡോക്ടർ പറയും, എന്താ പറയും, ഇത് നിങ്ങൾ കുടിക്കൊണ്ടേക്കോളി, നിങ്ങൾക്ക് ചെല്ലാനും പറയാനൊക്കെ പെരയിലാണ് നല്ലത്, ഇത് ഇനിമ ചെയ്തിട്ട് കാര്യമില്ല. കുടിയെ കേടുന്നത് ഇക്കുറും സലാത്തും കേട്ട് മരിക്കുക.